ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെയാണ് അടുത്ത മത്സരത്തിൽ ഇറങ്ങുന്നത്. ഇന്ത്യൻ കാശിക്കെതിരെ കൊച്ചിയിലാണ് മത്സരം വരുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ വിജയിക്കാനായി സാധിക്കാത്തതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ്. ഈ ഒരു മത്സരം വിജയിച്ച് കയറുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് ടേബിളിൽ മുന്നോട്ട് കയറുവാൻ നിർണായകമാണ്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ മുന്നോടിയായി നടന്ന പ്രസ് മീറ്റിൽ ഡേവിഡ് കാറ്റാല അടുത്ത മത്സരത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നു. ഡേവിഡ് കാറ്റാല പറയുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരത്തിൽ നാളെ ഇറങ്ങാനായി പോകുന്നത്. കഴിഞ്ഞ മത്സരം ഞങ്ങൾ നന്നായി കളിച്ചു. ആദ്യ 30 മിനിറ്റ് നല്ല ഫോക്കസോടുകൂടി ബ്ലാസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്ത് കളിച്ചു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യുവാനായി സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റാല പറയുന്നത്. ഡിഫൻസിലാണ് ഞങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയത്. അതിൽ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റാല പറയുന്നത്. പിന്നീട് ഒപ്പോണൻസിനെ കുറിച്ചാണ് ഡേവിഡ് കാറ്റാല പറയുന്നത്. ഇന്ത്യൻ കാശി വളരെ ശക്തരായ ഒപ്പോണൻസാണ്. അവർക്കെതിരെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുവാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റാല പറയുന്നത്. ഇതിനായി ഞങ്ങളുടെ പ്ലേയേഴ്സ് എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. നാളത്തെ റിസൾട്ട് പോസിറ്റീവ് ആക്കി മാറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കും. പിന്നീട് ഫൈനൽ തേർഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഗോളുകൾ സ്കോർ ചെയ്യുവാനായി സാധിക്കണം എന്നാണ് ഇപ്പോൾ ഡേവിഡ് കാറ്റാല പറയുന്നത്. നാളെ വൈകിട്ട് 5 മണിക്കാണ് ഇന്ത്യൻ കാശിക്കെതിരായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. ഈ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയ മത്സരമാണ്. ഈ ഒരു മത്സരം വിജയിച്ചാലാണ് ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് ടേബിളിൽ മുന്നേറാനായി സാധിക്കുന്നത്.